കുട്ടീസ്, ക്രിസ്മസ് എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഭിന്ന രൂപങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രത്തിന്റെ പേര് കണ്ടെത്തി ഈ ടേബിളിൽ എഴുതാനാണ് പറയുന്നത്. സോ ഇവിടെ കുറച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്, ഫ്രാക്ഷണൽ ഫോം കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നിരിക്കുന്ന ഫിഗറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എ എന്നുള്ള ഫിഗറിലേക്ക് നോക്കിക്കേ, 4 പീസിൽ 2 എണ്ണമാണ് കളർ ചെയ്തത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2/4 എന്ന് എഴുതാം. ഇതിനൊന്നുകൂടെ ചെറുതാക്കിയാൽ നമുക്ക് 1/2 എന്ന് മാറ്റി എഴുതാം അല്ലെ. ഇനി ബി ഫിഗർ നോക്കിക്കേ, 6 എണ്ണത്തിൽ 2 എണ്ണം കളർ ചെയ്തു. അതിനെ ചെറുതാക്കിയാൽ നമുക്ക് 1/3 എന്നുകൂടെ എഴുതാം. ദെൻ അടുത്ത ഫിഗർ സി ഫിഗർ എത്രയാണതാ? 8 പീസിൽ 3 ആളുകളെ നമ്മൾ കളർ ചെയ്തു. ദാറ്റ് ഈസ് 3/8 പീസ് കളർ ചെയ്തു. അടുത്ത ഡി എന്ന് പറയുന്ന ഫിഗർ നോക്കിക്കേ, 6 പീസിൽ ഒരാളെ കളർ ചെയ്തു എന്ന് പറഞ്ഞാൽ 1/6 പീസ് നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് നോക്കണേ മക്കളെ, കുറെ അധികം പാർട്ടുകളാക്കി ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, മുറിക്കുന്നുണ്ട്. എത്രയുണ്ടടാ? 12 പീസുകളാക്കി മുറിച്ചു. 12 എണ്ണത്തിൽ 9 പേരെയാണ് നമ്മൾ കളർ ചെയ്തത്. സോ 9/12 എന്ന് എഴുതാം. ഈ 9/12 ഒന്ന് നമുക്ക് ചെറുതാക്കി എഴുതിയാൽ എങ്ങനെ വരും? 3/4 എന്ന് എഴുതാം. ദെൻ നിങ്ങൾ ആ ടേബിളിലേക്ക് നോക്കാം. ടേബിളിൽ ആദ്യത്തെ ആൾ എന്താണ്? 3/8. 3/8 എന്നുള്ള ഫിഗർ ആരാണടാ? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ. ഫിഗർ സി ആണ് വരുന്നത്. അടുത്ത നോക്കിക്കേ, അടുത്ത ഫിഗർ ആരാണ്? 1/3. 1/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. നമ്മളെ ബി എന്ന് പറയുന്ന പിക്ചർ ആണ് ബി. ദെൻ അടുത്ത 2 ഫ്രാക്ഷൻസുകളും നിങ്ങൾ നോക്കി വെക്കുക, 1/2 ആൻഡ് 3/4. ഇത് നമ്മളുടെ ഫിഗറിൽ ആരൊക്കെയാണ് വരിക എന്നുള്ളത് നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയാം.